ഒറ്റവെക്കല്ലേ. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും കൂടെ ഇന്നിവിടെ കൂടിയിരിക്കാനുള്ള കാരണം എന്താണ്? അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നിവിടെ ആശുപത്രി സന്ദർശിക്കാൻ വരുന്നുണ്ട്. അപ്പൊ എന്താ നമ്മൾ വേണ്ടത്? നമ്മളൊക്കെ വളരെ മാന്യമായി പെരുമാറണം. ഇന്ന് ഏറ്റവും മാന്യമായി പെരുമാറുന്ന, ഏറ്റവും ഡീസൻ്റായി പെരുമാറുന്ന ഒരു ഭ്രാന്തന് നമ്മളൊരു പ്രത്യേക സമ്മാനം കൊടുക്കുന്നതാണ്. ഡോക്ടറെ നമ്മുടെ അന്തപ്പം കിണറ്റി വീണ്. എങ്ങനെ അന്തപ്പം കിണറ്റി വീണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഈ നിൽക്കുന്ന വേണു നമ്മൾ അന്തപ്പനെ രക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ച സമ്മാനം മറ്റാർക്കുമല്ല, ഈ നിൽക്കുന്ന വേണുവിന് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും വേണു, നമ്മുടെ അന്തപ്പൻ എവിടെയെന്ന്? അന്തപ്പം കെറ്റിന് വേണ്ടി ഫുള്ളായിട്ട് നനഞ്ഞു പോയില്ലേ, അതുകൊണ്ട് അന്തപ്പൻ ഉണങ്ങാൻ വേണ്ടി കഴുത്തിന് വേണ്ടി കയറും കുരിക്കും മരത്തിന് വേണ്ടി. കൂട്ടുകാരെ, ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു മാജിക് കാണിക്കാൻ പോവുകയാണ്. എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഓം ഗ്രീം കണ്ണടക്കടാ എല്ലാരും. ഓം ഗ്രീം ഗ്രീം ബ്രാം ഗ്രീം ബ്രൂം. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതാണ് എന്റെ മാജിക്. ഇനി വേറൊരു മാജിക്. എന്റെ കയ്യിൽ ഒരു സാധനം ഒളിച്ചിരിപ്പുണ്ട്. എന്താണെന്ന് പറയാമോ? ബലൂൺ. അല്ല. എന്താ? അല്ല. ഞാൻ പറയാം. പറയട്ടെ. ആന. ഞാനില്ല. ഇവൻ ഒളിഞ്ഞു നോക്കി. നമസ്കാരം. എന്താ പരിപാടി? കത്തെഴുതിയാണ്. ആർക്ക്? എനിക്ക് തന്നെ. എന്താ മാറ്ററോ? അതെങ്ങനെ എനിക്കറിയാം? നാളെ കത്ത് കിട്ടിയിട്ടാകുമ്പല്ലേ മാറ്റർ പറയാൻ പറ്റൂ. എടാ, നീ എന്തിനാ കൈയടിക്കണേ? ആന വരാതിരിക്കാൻ. അതിനിവിടെ ആന വന്നില്ലല്ലോ. ഞാൻ കൈയടിക്കുന്ന കൊണ്ടാ ആന വരാത്തത്. അതെ, ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ് ഞാൻ. ഇയാൾ ഈ ചുമരും നോക്കി നിൽക്കുക. ഒന്ന് ചോദിച്ചു നോക്കാലോ. നമുക്ക് ചോദിച്ചു നോക്കാം. അതെ, ഞാനിവിടെ വന്നപ്പോ തൊട്ട് നിങ്ങളെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ചുമരും നോക്കി ഇങ്ങനെ നിൽക്കുക. നമ്മളെ നോക്കിയിട്ടൊന്നും കാണുന്നു. അല്ല, എന്താ സംഭവം? നിങ്ങളിപ്പോ വന്നേ? ഞാൻ വന്നിട്ട് ഒരു മണിക്കൂർ. കഴിഞ്ഞ 2 കൊല്ലം ഞാനിവിടെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ ഒന്നും കണ്ടില്ല. പിന്നെ 1 മണിക്കൂർ മുമ്പേ വന്ന് നിങ്ങൾ നോക്കിയിട്ട് കാണാൻ ഓരേ. അതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വിഷമിക്കട്ടെ, എല്ലാം പറഞ്ഞാലും ഓക്കെ. ഒരു പ്രശ്നമില്ല. സാർ ഒരു അപേക്ഷയുണ്ട് സാർ. അപേക്ഷയോ? എന്തപേക്ഷ? എനിക്ക് ഭ്രാന്തിന്റെ ഇവിടെ കൊണ്ടുവന്നാണ് സാർ. എല്ലാം മാറി സാർ. 5-6 മാസമായി. ഇവർ ഇതുവരെ എന്റെ അടുത്ത് വിട്ടയച്ചില്ല. സാർ ഒന്നെന്നെ രക്ഷിക്കണം. എന്താ ഡോക്ടർ, എന്താ ഇത്? തനിക്ക് എന്താ എക്സ്ക്യൂസ് പറയാനുള്ളത്? തനിക്കൊക്കെ എന്താ ശമ്പളം തരണേ? വേണ്ട, നോ എക്സ്ക്യൂസ്. വേണ്ട. ഒന്ന് എന്നെ രക്ഷിക്കണം. ഒന്നും പേടിക്കണ്ട, ഞാൻ തിരുവനന്തപുരത്ത് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ കാര്യം, അത് കഴിഞ്ഞാൽ മറ്റു കാര്യമുള്ളൂ. അപ്പൊ സന്തോഷമല്ലേ? മറക്കരുത്, അത് മതി. വേണ്ട പറഞ്ഞാലും ഓർമ്മയുണ്ടല്ലോ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. തിരുവനന്തപുരത്ത് എത്തിയ ഉടനെ എന്നെ റിലീസാക്കാനുള്ള ഓർഡർ ആക്കണം. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല.